വൈകുന്നേരത്തേക്ക് ചായക്ക് എന്താ ഉണ്ടാക്കുന്നതെന്ന് നോക്കുമ്പോൾ മുന്നിൽ തന്നെ കുറച്ച് ചക്കക്കുരു കണ്ടു. അപ്പോൾ പിന്നെ അതൊന്നും എടുത്തിട്ട് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് ചെറിയ റൗണ്ട് പീസായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ടേ. ഇത് ഉണ്ടാക്കി കഴിയുമ്പോൾ ഞാൻ തന്നെ ഞെട്ടി, ചക്കക്കുരു ഫ്രൈക്ക് ഇത്രയും ടേസ്റ്റോ. നമുക്ക് ചക്കക്കുരു ചെറുതായി മുറിച്ചത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് എരിവില്ലാത്ത കുറച്ച് മുളക് പൊടിയാണ്. അതൊരു 1.5 ടീസ്പൂൺ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂണ് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. വീട്ടിലുള്ളവർക്ക് കൊടുത്തപ്പോൾ അവർക്കും ഭയങ്കര ഇഷ്ടമായി. ചക്കക്കുരു ഇഷ്ടമില്ലാത്ത കുട്ടികൾക്ക് വരെ ഇത് ഇഷ്ടമായി. മസാലയെല്ലാം നല്ലോണം പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു 10 മിനിറ്റ് ഇത് മാറ്റി വെക്കാം. പിന്നെ നമുക്ക് എന്താ വേണ്ടത്, പിന്നെ കുറച്ച് ചീനച്ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമുക്കൊന്ന് ചൂടാക്കാം. ചൂടായി വന്ന എണ്ണയിലേക്ക് ഒരു അരിപ്പക്കയിലെടുത്തിട്ട് കുറച്ച് കറിവേപ്പിലും ഒരു 10-15 അല്ലി വെളുത്തുള്ളി ചതച്ചതും ഇട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കുക. അതൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം. പിന്നീട് നമുക്ക് മസാല പെരക്കി വെച്ച ചക്കക്കുരു എണ്ണയിലേക്ക് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം. നന്നായി ഫ്രൈ ആയതിന് ശേഷം നമുക്ക് വറുത്ത് കോരിയെടുക്കാം. ഇതെന്ന് വെച്ചാൽ 2 തരത്തിലും നമുക്ക് ഉണ്ടാക്കാം. ഡീപ്പ് ഫ്രൈയും ചെയ്യാം, കുറച്ച് ഫ്രൈ ആക്കിയിട്ടും എടുക്കാം. അപ്പോൾ ഡീപ്പ് ഫ്രൈ എന്ന് വെച്ചാൽ നല്ല കറുമുറയായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് അന്നേരം എടുക്കണമെങ്കിൽ കുറച്ചൊന്ന് ഫ്രൈ ചെയ്തെടുത്താലും മതി. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയാലും നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കണേ. നമ്മളെ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.